പറയുമ്പോ വേറെ എന്താന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ഒരു 1 മന്ത് ബിഫോർ ഏകദേശം ഒരു 10 തൊട്ട് 12 മണിക്കൂർ വരെ ഫോണിൽ തന്നെയായിരുന്നു. എന്റെ സ്ക്രീൻ ടൈം എന്ന് വെച്ചാൽ 12 മണിക്കൂറായിരുന്നു. അപ്പോ ഞാൻ അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്നാലും 2 3 റിസർച്ച് പേപ്പറും കൂടി വായിച്ചു നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി ഫോൺ എങ്ങനെ നമ്മുടെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നു, കൂടുതലായിട്ട് നെഗറ്റീവായിട്ട് എങ്ങനെ നമ്മുടെ ബോഡിക്ക് എഫക്ട് ആവുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഒരു സെഷൻ തയ്യാറാക്കി വെച്ചിട്ട് ഒരാഴ്ചനായിട്ട് മുകളിൽ. അപ്പോ ഞാൻ ഇത്തിരി കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എങ്ങനെ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ഹോർമോൺസ് ആണ് ഫോൺ യൂസ് ചെയ്യുമ്പോൾ വരുന്നത്. നമ്മൾക്കൊരു ചെറിയൊരു എന്താ പറയാ ചെറിയ കയ്യിലൊതുങ്ങാവുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇത് എത്രത്തോളം നമ്മുടെ ബോഡിക്ക് നെഗറ്റീവായിട്ട് എഫക്ട് ആവുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു മിനിറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ആവറേജ് സ്റ്റുഡൻസിന്റെ ഒരു സ്റ്റുഡന്റ് പറയുമ്പോൾ ഒരു 18 ഇയേഴ്സ്, അപ്രോക്സിമേറ്റ്ലി ഒരു 20 ഇയേഴ്സ് വരെ കൂട്ടിക്കും. 20 ഇയേഴ്സ് വരുന്ന ഒരു സ്റ്റുഡന്റിന്റെ സ്ക്രീൻ ടൈം എന്ന് പറയുമ്പോൾ അണ്ടർ 5 ഇയേഴ്സ് വരുമ്പോൾ 2.2 അവേഴ്സ് ആണ് സ്ക്രീൻ ടൈം. ആവറേജ് ഇന്ത്യൻ സ്റ്റുഡന്റിന്റെയും ഇന്ത്യൻ ചൈൽഡിന്റെയും കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അണ്ടർ 5 ഇയേഴ്സ് 2 അവേഴ്സ് വരെ വീഡിയോസ് കാണാൻ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കൊക്കോമെലനോ എന്തായിക്കോട്ടെ വീഡിയോസ് കാണാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ അഡോളസെന്റ് ഒരു 10 തൊട്ട് 18 വയസ്സ് വരെയുള്ള സ്റ്റുഡന്റ് 4 തൊട്ട് 5 മണിക്കൂർ എങ്ങനെ സ്കൂളിൽ പോയിട്ട് കഴിഞ്ഞു വന്ന് 4 തൊട്ട് 5 മണിക്കൂർ വരെ, അല്ലെങ്കിൽ സ്കൂളിൽ പോണാട്ട് മുമ്പൊക്കെ കൂട്ടിയിട്ട് ഒരു ദിവസം 4 തൊട്ട് 5 മണിക്കൂർ വരെ സോഷ്യൽ മീഡിയ അതുപോലെ പല കാര്യങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഫോൺ യൂസേജും സ്ക്രീൻ യൂസേജും ഉപയോഗിക്കുന്നുണ്ട്. അതൊരു കോളേജ് സ്റ്റുഡന്റ് ആകുമ്പോൾ അവർക്ക് ഫോൺ സ്കൂളിൽ കൊണ്ടുപോകാം, അല്ല കോളേജിൽ കൊണ്ടുപോകാം. ഞാനും കൊണ്ടുപോയിരുന്നു. ഏകദേശം 5 തൊട്ട് 7 മണിക്കൂറാണ് ഇപ്പൊ കാണിക്കുന്നത്. പക്ഷെ അത് കൂടി ഏകദേശം 10 തൊട്ട് 20 മണിക്കൂർ വരെ ഫോൺ യൂസേജ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് പഴയ കണക്കാണ്. അതുപോലെ ഗെയിമിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോൺ യൂസേജ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അവരുടെ ബ്രെയിൻ യൂസേജ് കുറയാണ് ഇപ്പോൾ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു കണക്ക് പറഞ്ഞെന്നുള്ളൂ. ഇത് ഇന്ത്യൻ ഫോൺ യൂസേജ്, ആവറേജ് ഫോൺ യൂസേജിന്റെ ഒരു കാര്യമാണ്. അത് ചിൽഡ്രൻസിൽ ഞാൻ 3 ടൈപ്പ് ആയിട്ടാണ് പറയുന്നത്. ഒരു അഡൽട്ടിന് എങ്ങനെ ഫോൺ യൂസേജ് ഉണ്ടാവും, അതുപോലെ ഒരു ചിൽഡ്രൻസിന് എങ്ങനെ ഫോൺ യൂസേജ് എഫക്റ്റ് ആവും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ഈ ഇതന്നെ ചിൽഡ്രൻസിൽ എങ്ങനെ മൈൻഡ് സെറ്റിലും ബോഡിയിലും എങ്ങനെ എഫക്റ്റ് ആവണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ചിൽഡ്രൻസിന്റെ കോൺസെൻട്രേഷൻ റിഡ്യൂസ് ആവും, അറ്റൻഷൻ സ്പാൻ ഭയങ്കരമായിട്ട് റിഡ്യൂസ് ആവും ഫോൺ യൂസ് ചെയ്യുമ്പോൾ. എന്താന്ന് വെച്ചാൽ ഒരു 3 സെക്കൻഡ് ഗ്യാപ്പിലാണ് ഇപ്പോൾ ഞങ്ങൾ വീഡിയോസ് ഇടുന്ന ആൾക്കാരാ. ഞങ്ങൾ 3 സെക്കൻഡാണ് ഹുക്ക് ഇടുക. ഈ ഹുക്കിലാണ് ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ആൾക്കാർ കാണാനുള്ള ചാൻസ്. അതുപോലെ എന്റർടൈൻമെന്റ് വീഡിയോസ് എന്ന് പറയുമ്പോൾ 3 സെക്കൻഡിൽ നമ്മുടെ ഇത് ചേഞ്ച് ആവാണ്. അപ്പോൾ പെട്ടെന്ന് അവർക്ക് ആ 3 സെക്കൻഡ് വരുമ്പോൾ കോൺസെൻട്രേഷൻ കുറയും. പഠിക്കാനായാലും എന്തിനായാലും ഉള്ളൊരു കോൺസെൻട്രേഷൻ, ഒരു 10 മിനിറ്റോ 20 മിനിറ്റോ ഇരിക്കാനുള്ള ഒരു കോൺസെൻട്രേഷൻ വരെ ചിൽഡ്രൻസിൽ കുറയാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ അവർക്ക് ആൻസൈറ്റി സ്ട്രെസ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. ഏത് ചിൽഡ്രൻസിന്റെ കാര്യമാണ് പറയുന്നത്. അവരൊരു പ്ലേഫുൾ ആയിട്ട് ഇരിക്കേണ്ട സമയത്ത് അവർ സ്ട്രെസ് കൂടും. പെട്ടെന്നുള്ള തീരുമാനങ്ങളും എന്താ പറയുമ്പോ നമുക്കിപ്പോ ചിൽഡ്രൻസിന് നമ്മുടെ എന്താ പറയാ സൂയിസൈഡ് കൂടി തുടങ്ങി ചിൽഡ്രൻസിന്. ഇതിന്റെ മെയിൻ കാരണം ഞാൻ പറയുകയാണെങ്കിൽ സ്ട്രെസ് കൂടുന്നതാണ്. സ്ട്രെസ് കൂടാനുള്ള മെയിൻ കാരണം എന്താ? നമ്മൾ ഫോൺ യൂസേജ് കൂടുമ്പോൾ. അതുപോലെ സെൽഫ് കോൺഫിഡൻസ് കുറയും അവർക്ക്. എന്നോ സെൽഫ് കോൺസ് എന്താന്ന് വെച്ചാൽ സോഷ്യൽ കമ്പാരിസൺ. ഇപ്പോൾ ഞാനിപ്പോ ഒരു ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു വാച്ച് കണ്ട വാച്ച് വരും. അതുപോലെ ഞാൻ ഇപ്പൊ കബഡി കളിക്കുന്ന ആളാണെങ്കിൽ കബഡി കളിക്കുന്ന ഇത് വരും. അപ്പൊ എന്റെ ഏജ് ഗ്രൂപ്പിൽ എന്നെക്കാട്ടും നന്നായിട്ട് കബഡി കളിക്കുന്ന ഒരാളുടെ വീഡിയോ ഇതിൽ വന്ന അപ്പൊ ഞാൻ വിചാരിക്കും, ഓ അവര് ഇതിനായിട്ടും സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്, അപ്പൊ എനിക്ക് അത്ര ഇതിലാവാൻ പറ്റില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മുടെ ഇതിൽ ക്രിയേറ്റ് ആവും. അപ്പോ അങ്ങനെ ഒരു കമ്പാരിസൺ വരുമ്പോൾ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഡിക്രീസ് ആവും. ഇത് കളിക്കണതിൽ മാത്രമല്ല, അവരെന്ത് പഠിക്കായിക്കോട്ടെ എന്തായിക്കോട്ടെ അവർക്ക് എന്തിലാണോ ഇൻട്രസ്റ്റ് അതിനായിട്ടും കൂടുതൽ ഒരാൾ ചെയ്യണ കാണുമ്പോൾ ഡിക്രീസ് ആവും. ഇത് ചിൽഡ്രൻസിൽ മാത്രമല്ല ലേഡീസിലും കണ്ടുവരുന്ന ഒരു സംഭവമാണിത്. എന്താ പറയുമ്പോ മെയിൽസിൽ അങ്ങനെ ഉണ്ടാവില്ല. മെയിൽസിൽ ഒരു കാര്യം കാണുമ്പോൾ പെട്ടെന്ന് ഒരു അഡൽട്ട് മെയിലില് ഒരു കാര്യം ഒരു ആള് കാണുമ്പോൾ നമുക്ക് അതിനോട് അട്രാക്ട് ആയി അതേപോലെ ആവണം എന്ന് വിചാരിക്കും. പക്ഷെ ഒരു ട്രെയിൻഡ് അല്ലാത്ത, ഇപ്പോ ആരും അത്ര ട്രെയിൻഡ് അല്ല, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കണ്ട ആൾക്കാരൊക്കെ ഇപ്പൊ മനസ്സിലാവും നമ്മൾ ഇങ്ങനെ ആയിരിക്കണം, ഒരാളെ കണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വരണമെന്ന് വിചാരിക്കും. പക്ഷെ നോർമൽ പീപ്പിളിന് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. അപ്പോ അവര് എന്താന്ന് വെച്ചാൽ ഒരു കാര്യം കൂടുതൽ കാണുമ്പോ ഒരു കാര്യം അവർക്ക് അവർ ചെയ്യുന്ന ഒരു കാര്യം ഇഷ്ടപ്പെട്ടത് വേറൊരാൾ നന്നായിട്ട് ചെയ്യുമ്പോൾ അവർ കമ്പയർ ചെയ്തിട്ട് അവരെ തന്നെ അവര് നില താഴ്ത്തി വയ്ക്കും. ഡൗൺ ടു എർത്ത് എന്ന് പറയും. അങ്ങനെ വയ്ക്കും അവര്. അതുപോലെ
ബോഡി ചേഞ്ചസ്. സ്റ്റുഡൻസിന് എങ്ങനെ ബോഡിലി ചേഞ്ചസ് വരുന്ന വെച്ചാൽ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ കൂടും, ഐ സ്ട്രെയിൻ കൂടും, അതുപോലെ സ്ട്രെസ്, ഹെഡ് ഏക്സ്, പെട്ടെന്ന് പെട്ടെന്ന് ഹെഡ് ഏക്സ് വരും. ഇതൊക്കെ എന്താന്ന് വെച്ചാൽ ഫോൺ യൂസേജ് കൂടുന്തോറാണ് ഈ കാര്യങ്ങളൊക്കെ വരാം. അതൊക്കെ സൂക്ഷിച്ചോ. അതുപോലെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, വൈകുന്നേരം ഫോൺ യൂസ് ചെയ്ത് കിടക്കുന്നത്. ഞാൻ അത് ലാസ്റ്റ് പറഞ്ഞുതരാം എങ്ങനെ ചെയ്യണം എന്നുള്ളത്, എങ്ങനെ ഫോളോ ചെയ്യണം എന്നുള്ളത്. വൈകുന്നേരം ഫോൺ യൂസേജ് ചെയ്ത് കിടന്നുറങ്ങുന്ന ആൾക്കാർക്ക്, കുട്ടികൾക്ക് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉള്ള കുട്ടികൾക്കാണെങ്കിൽ കോൺസെൻട്രേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടില്ല. അതുപോലെ ഡേ ടൈമിൽ ഭയങ്കരമായിട്ട് ഫറ്റീഗ് ഉണ്ടാവും. ഇതൊക്കെ മേജർ പ്രോബ്ലംസ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല എന്താ വെച്ചാൽ കുട്ടികൾ പോകുന്നുണ്ട്, വരുന്നുണ്ട്, അതുപോലെ ഇത്തിരി ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ. ഒരു 20 ഇയേഴ്സ് ആവും തോറും ഡയബറ്റീസ് ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇങ്ങനെ ഫോൺ യൂസേജ് ചെയ്യുമ്പോൾ ഡേ ടൈം ഫെറ്റീക്കും പെട്ടെന്ന് ഇലവേറ്റ് ചെയ്യും. നമ്മുടെ കോർട്ടിസോളൊക്കെ പെട്ടെന്ന് ഇലവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡയബറ്റിക് അതുപോലത്തെ കുറെ കാര്യങ്ങൾ വരാൻ ചാൻസസ് ഉണ്ട്. ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ആവുക, ആൻസൈറ്റി, ഇതൊക്കെ ഭയങ്കര മേജർ പ്രോബ്ലംസ് ആയിട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ. അതുപോലെ ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് മെയിൽസിന്റെ ഫോൺ. ഇതൊക്കെ പഴയ ഡാറ്റയാണ്, പക്ഷെ ഞാൻ ഇന്നലെ കൊടുത്തുന്നുള്ളൂ. 4 to 5 hours ആണ് ഫോൺ യൂസേജ് കാണിക്കുന്നത്. ആഫ്റ്റർ കൊറോണ നമുക്ക് ഫോൺ യൂസേജ് പറയുന്നത് 6 to 9 ഇയേഴ്സ് 9 hours ആണ് മെയിൽസിന് ഫോൺ യൂസ് അല്ല മെയിൽസ് അല്ല അഡൽസിന് ഫോൺ യൂസേജ് വരുന്നത്. അതിൽ എന്റർടൈൻമെന്റ് ആണ് കൂടുതലും. ഇന്ത്യൻ അഡൽസിന് എന്റർടൈൻമെന്റ് ആണ് കൂടുതലും. മെയിൻലി സോഷ്യൽ മീഡിയ, യൂട്യൂബ് ഷോർട്സ്, നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം റീൽസ് കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഹെൽത്ത് റിസ്ക് എന്താന്ന് വെച്ചാൽ ഇനി ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് പറയുന്നത്. ഒരെണ്ണം മെയിൽസും ഫീമെയിൽസും, ഈ രണ്ട് പാർട്ടായിട്ടാണ് പറയുന്നത്. എന്താ വെച്ചാൽ രണ്ടാൾക്കും ഡിഫറെന്റ് ആയിട്ടാണ് എഫക്ട് ആവുക. അപ്പൊ രണ്ട് പാർട്ടായിട്ട് പറഞ്ഞുതരാം. അതിൽ ഫസ്റ്റ് വൺ, ഹൈ സ്ട്രെസ് ആൻഡ് ഇറിറ്റബിലിറ്റി. ഇത് പറയുമ്പോൾ ഒരു മെയിലിനുള്ളത് മെയിൻ ആയിട്ട് എന്താന്ന് വെച്ചാൽ സ്ട്രെസ് കൂടും, പെട്ടെന്ന് സ്ട്രെസ് കൂടും. അവർ പെട്ടെന്ന് പുറത്തേക്ക് കാണിക്കില്ല, പക്ഷെ എന്നാലും സ്ട്രെസ് കൂടും, ആങ്കർ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരാം ഈ പെട്ടെന്ന് ഫോൺ യൂസേജ് കൂടുമ്പോൾ. പിന്നെ ഇറിറ്റബിലിറ്റി, എന്തുണ്ടായാലും പെട്ടെന്ന് എന്താ പറയാ ഇഷ്ടപ്പെടാണ്ടിരിക്കുക, അങ്ങനെ ഇഷ്ടപ്പെടാണ്ടിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ഡോപ്പമിൻ അഡിക്ഷൻസ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് മെയിൽസിലാണ്. എന്ന് വെച്ചാൽ ഒരു ആണുങ്ങള് കൂടുതൽ നേരം ഫോൺ സോഷ്യൽ മീഡിയ സ്ക്രോൾ ആവാൻ വിചാരിച്ചോ. മെയിൻലി ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മള് ഒരു 3 സെക്കൻഡ് റീല് കാണുകയാണെങ്കിൽ പെട്ടെന്ന് ഡോപ്പമിൻ കിട്ടും. അപ്പോൾ നിങ്ങളുടെ മേജറായിട്ട് നിങ്ങളുടെ വർക്കിലുള്ള പ്രൊഡക്ടിവിറ്റി കുറയും. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു ഈ വർക്കിൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഫോണിൽ കിട്ടുകയാണെങ്കിൽ ഇപ്പൊ ബ്രെയിൻ ചിന്തിക്കും എന്തിനാ കൂടുതലായിട്ട് വർക്ക് ചെയ്യണേ, നമുക്ക് ഫോണിൽ ഇത്തിരി നേരം ഇരുന്നിട്ട് പിന്നെ വർക്ക് ചെയ്തുകൂടെയാണ്. ഫോണിൽ ഇത്തിരി നേരം ഇരിക്കുമ്പോൾ നമുക്കൊരു 3 hours 4 hours അങ്ങനെ പോകും. ഡോപ്പമീൻ നല്ലതാണ്, പക്ഷെ ഡോപ്പമീൻ കൂടി പോയാലും പ്രശ്നമാണ്. എന്താന്ന് വെച്ചാൽ ഒരു റീല് കാണുമ്പോൾ നമുക്കൊരു ടൈനി എമൗണ്ട് ഓഫ് ഡോപ്പമീൻ നമുക്ക് പ്രൊഡ്യൂസ് ആവും. ആ ഡോപ്പമീൻ പ്രൊഡ്യൂസ് ആവുമ്പോൾ നമുക്ക് ഹാപ്പി ആവും. അപ്പോ പിന്നെ നമ്മൾ വിചാരിക്കും, പിന്നെ നമ്മുടെ ബ്രെയിൻ വിചാരിക്കും അടുത്ത റീല് കണ്ട എന്താ കുഴപ്പമെന്ന്. അങ്ങനെ റീല് കണ്ട് കണ്ട് ഒരു 3 hours വരെ റീല് കാണാൻ, മീൻസ് ഒറ്റ സിറ്റിങ്ങിൽ ഒരു 3 hours വരെ റീല് കാണാൻ ചാൻസസ് ഉണ്ട്. ജസ്റ്റ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആരൊക്കെ അങ്ങനെ ഇരുന്നുണ്ട് ഒരു റീല് കണ്ട് തുടങ്ങിയിട്ട് 3 hours വരെ റീല് കാണാൻ, ഒരു 4 hours ഒക്കെ റീല് കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ഉള്ളവര് ജസ്റ്റ് ഒരു 1 ടൈപ്പ് ചെയ്യും ചാറ്റ് ബോക്സിൽ. മനസ്സിലായില്ലേ? ചോദ്യം മനസ്സിലായില്ലേ? ഒരു റീല് കണ്ടു തുടങ്ങി. യെസ്. ഉണ്ടല്ലേ, കുറെ ആൾക്കാരുണ്ടാവും. നമ്മുടെ ക്ലബുകളിലും ബാക്കി എല്ലായിടത്തും കുറെ ആൾക്കാരുണ്ടാവും. എന്താന്ന് വെച്ചാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഇപ്പൊ അതിൽ നിന്നാണ്. എന്ന് വെച്ചാൽ പഴയ പോലെ ഭയങ്കരമായിട്ട് ആക്റ്റീവ്നെസ്സും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ. ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അതിൽ നിന്നാണ്. പക്ഷെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇപ്പുറത്ത് ലൂസ് ആവുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ. നെക്സ്റ്റ് നമ്മുടെ പുവർ സ്ലീപ്പ് കോർട്ടിസോളിനെ ഇൻക്രീസ് ആക്കും. കോർട്ടിസോൾ ഇൻക്രീസ് ആയ ടെസ്റ്റോസ്റ്റെറോൺ ലെവൽ കുറയും. കോർട്ടിസോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു സ്ട്രെസ് ഹോർമോണാണ്. നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്. ആന കുത്താൻ വരുമ്പോൾ കോർട്ടിസോൾ ആവശ്യമുണ്ട്, നമുക്ക് ഓടണം, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിൽക്കും. അഡ്രിനാലിന് ആവശ്യമുണ്ട്. കോർട്ടിസോൾ പ്രൊഡ്യൂസ് ആകുമ്പോൾ അഡ്രിനാലിൻ പ്രൊഡ്യൂസ് ആകുമ്പോൾ നമ്മൾ നല്ല സ്പീഡിൽ ഓടും. ഇതേ സെയിം സാധനം നമ്മൾ ഉറക്കത്തിലാണെങ്കിൽ നമ്മളൊരു എന്താ പറയാ ഒരു ഡിഫെൻസീവ് മെക്കാനിസത്തേക്ക് പോകും. നമ്മുടെ ബോഡി എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കും കോർട്ടിസോൾ പ്രൊഡ്യൂസ് ആവണമെങ്കിൽ. വൈകുന്നേരം കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഫോൺ നോക്കിയിട്ട് കിടന്ന് ഉറങ്ങണമെന്ന് വെച്ചാൽ ബ്ലൂ ലൈറ്റ് മെലാറ്റോണിന്റെ ലെവൽ കുറയ്ക്കും. അതുപോലെ കോർട്ടിസോൾ ഇൻക്രീസ് ആക്കും. മെലാറ്റോണിൻ കുറയണാട്ടും ഏറ്റവും ഡേഞ്ചർ ആയിട്ട് കോർട്ടിസോൾ ഇൻക്രീസ് ആവുന്നതാണ്. എന്താണെന്നറിയോ? കോർട്ടിസോൾ ഇൻക്രീസ് ആകുമ്പോൾ ഹൈപ്പർ കോർട്ടിസോളിസം എന്ന് പറഞ്ഞിട്ടൊരു ഒരു എഫക്റ്റ് നമ്മുടെ ബോഡിക്ക് വരും.
എന്നുവെച്ചാൽ കോർട്ടിസോൾ കൂടുമ്പോൾ ഉള്ള ഒരു സംഭവമാണ്. കോർട്ടിസോൾ ആവശ്യമാണ്, കൂടുമ്പോൾ ഉള്ള സംഭവമാണ്. ഈ കോർട്ടിസോൾ കൂടുമ്പോൾ നമ്മുടെ ബോഡി ഭയങ്കര എന്താ പറയാ ഡിഫെൻസീവ് ലെവലിലാണ് കിടന്നുറങ്ങുക. ഇത് ഉണ്ടാവുമ്പോൾ ബ്ലഡ് പ്രഷർ കൂടാനും ബ്ലഡ് ഷുഗർ ലെവൽ കൂടാനും ആൻസൈറ്റി, ഇൻസോമേനിയ, അതുപോലെ നമ്മളെ സ്ട്രെസ് ലെവൽ ഇൻക്രീസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. വൈകുന്നേരം ഉറക്കം ശരിയാവില്ല നിങ്ങൾക്ക് കോർട്ടിസോൾ വൈകുന്നേരം കൂടിയ. അതന്നെ രാവിലെ കൂടാന്ന് വെച്ചാൽ ഞാൻ പിന്നെ പറഞ്ഞുതരാം നെക്സ്റ്റ് എന്തിട്ടാന്ന് വെച്ചാൽ. അതുപോലെ മെയിലിന് ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ഇപ്പോ സെക്ഷൽ നീഡ്സിന് വരെ ഫോൺ എഫക്റ്റ് ആവുന്ന പറയുന്നത്. എന്താ പറയുമ്പോൾ നമ്മളൊരു ഫോൺ കണ്ട് അഡിക്റ്റ് ആകുമ്പോൾ ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ആകുമ്പോൾ ഒരു മിനിറ്റ്, ഫോൺ കണ്ട് അഡിക്റ്റ് ആകുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ആവും. ഈ ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ആകുമ്പോൾ നമുക്ക് അട്രാക്ഷൻ വേറെ കാര്യങ്ങൾക്കാവും. അപ്പോൾ നമ്മുടെ സെക്ഷൽ നീഡ്സിനെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ ഇതിലേക്കായിരിക്കും അട്രാക്ഷൻ കൂടാ. പറയുന്ന ഒരു മെയിൽ ഒരു ഫീമെയിലിനോടുള്ള അട്രാക്ഷൻ കുറയും തോറും നമുക്ക് വേറെ കാര്യങ്ങൾക്ക് അട്രാക്ഷൻ ഉണ്ടാവും. ഈ സെക്ഷൽ നീഡ്സ് കുറയാനുള്ള മെയിൻ കാര്യങ്ങളും അതുപോലെ നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആവാനുള്ള മെയിൻ റീസണും നമ്മൾ കൂടുതൽ നേരം ഫോൺ യൂസേജ് ആണ്. ഫോൺ യൂസേജ് അല്ല, കൂടുതൽ നേരം ഫോൺ യൂസേജ് ആണ്. ഫോൺ യൂസേജ് കുഴപ്പമില്ല, നമുക്ക് ഇത്തിരി കൂടി നല്ല പ്രൊഡക്റ്റീവ് ആയിട്ട് ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. കൂടുതൽ നേരം ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഫീമെയിൽസിനെ കുറിച്ചാണ്. മോസ്റ്റ് ഡേഞ്ചർ ഫീമെയിൽസ് ആണ്. ഞാൻ മൂഡ് സ്വിങ്സ് ഉണ്ടാവും. മെയിൻലി ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ നമ്മളല്ല, ഫീമെയിൽസ് ഇപ്പോ പീരീഡ്സിൽ നിൽക്കുമ്പോൾ മൂഡ് സ്വിങ്സ് ഉണ്ടാവില്ലേ, അതേപോലെ മൂഡ് സ്വിങ്സ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺസ്റ്റന്റ് കമ്പാരിസൺ. ഒരു കാര്യം കാണുമ്പോൾ അവർക്ക് ഇത്ര ഈ ഏജിൽ ഇത്ര നന്നായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് നടക്കാൻ പറ്റില്ല എന്നുള്ളൊരു കമ്പാരിസൺ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ആക്കും. ഓക്കെ, പിന്നെ മെലാറ്റോണിൻ റെഡ്യൂസ് ആകുമ്പോൾ നിങ്ങളുടെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ആവും. സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഈസ്ട്രോജന്റെ ലെവൽ കുറയും. ഈസ്ട്രോജന്റെ ലെവൽ കുറഞ്ഞ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മെനോപോസ് നേരെ മുന്നോട്ട് വരും. മീൻസ് ഈസ്ട്രോജന്റെ ലെവൽ കുറയുമ്പോൾ മെനോപോസ് നിങ്ങൾക്ക് വരേണ്ട വയസ്സിനായിട്ടും മുൻപ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ മെറ്റബോളിസം സ്ലോ ആവും, വെയിറ്റ് ഗെയിൻ ആവാനും ഫാറ്റ് ഗെയിൻ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ ഈ ഫീമെയിൽ ഹോർമോൺസിനെ കുറിച്ച് വേറൊരു ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊരു ക്ലാസ് പിന്നെ ഒരു ദിവസം ഇത്രയും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തു തരാം. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ബ്രെയിനിലുള്ള എഫക്റ്റ്. ഫോൺ യൂസേജ് നമ്മൾ സ്ലീപ്പിനായിട്ടും മുന്നാണ് ഫോൺ യൂസേജ് എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിലൊരു എഫക്റ്റ് വരും. അതിനെ ഞാൻ പറഞ്ഞുതരാം. കോർട്ടിസോൾ ഇൻക്രീസ് ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉറക്കം ശരിയാവില്ല, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ആകുമ്പോൾ നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ്മെന്റിലായിരിക്കും കിടന്നുറങ്ങുക, ഉറക്കം ശരിയാവില്ല. ഇനി ഫോൺ യൂസേജ് എണീച്ച് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഫോൺ യൂസേജ് ചെയ്യണമെന്ന് വെച്ചാലേ നിങ്ങൾക്കൊരു മൈൻഡ് സെറ്റ് വരും. നന്നായിട്ട് ഉറങ്ങി, ഒരു 8 മണിക്കൂർ ഉറങ്ങി, പക്ഷെ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ഡൾനെസ്, ഭയങ്കര അൺഫ്രീനെസ് ഒക്കെ വരും ചാൻസസ് ഉണ്ടെന്ന് പറയാറുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഫോൺ ഉപയോഗിക്കണ കാരണം. ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞുതരാം. അച്ഛൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യും. ഹലോ. അപ്പോ ഞാൻ അച്ഛനെ വിളിക്കാൻ ആ കറക്റ്റായി പറഞ്ഞു. ഓക്കെ, ഞാൻ അച്ഛനെ വിളിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോൺ വൈകുന്നേരം അടുത്ത് വയ്ക്കുക, രാവിലെ എണീക്കുമ്പോൾ ഒരു 1 hour 30 minutes to 1 hour കഴിഞ്ഞിട്ട് എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത്. അത് ചെയ്തു വന്നപ്പോ അച്ഛൻ എന്താ ഫീൽ ചെയ്തത്? ഒന്ന് എന്റെ ഇപ്പൊ ഈ ടൈമിനുള്ളിൽ ഞാൻ 13 മിനിറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ സമയം കൊണ്ട് തന്നെ അതൊരു 40 മിനിറ്റ് ഒക്കെ യൂസ് ചെയ്യേണ്ട സമയം കഴിയും. അപ്പോ വിഷയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറിയ വാക്കുകൾ പോലും കണ്ണുകളെ കൊണ്ട് സംസാരിക്കാനോ എന്തുണ്ടെങ്കിലും ഇങ്ങനെ ഞാൻ നോക്കേണ്ടി വരും. ഇന്ന് ഞാൻ അറിയാണ്ട് ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഫസ്റ്റ് ഡേ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ ഇന്ന് റീഡിങ് ക്ലാസ് വെക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ണിന് റെസ്റ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് ഉറക്കത്തിനെ ഉറക്കം നമുക്ക് സ്മൂത്ത് ആവുന്നുണ്ട്. ഞാനിപ്പോ ഉറങ്ങണ വരയ്ക്കും ആ ഫോണിന്റെ ഉള്ളിലേക്ക് നിൽക്കണേനെ ഏകദേശം ഒരു 1 hour ഒക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് നിങ്ങൾ എല്ലാവരും നോക്കിയോളൂ. ഒരു 2 മണിക്കൂർ മുമ്പ് തന്നെ ഇത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നമ്മുടെ ഓർഗൻസിന് ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇതൊന്നും ആദ്യകാലങ്ങളിൽ ഈ ഫോൺ വെച്ചിട്ടുള്ള കലാപരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ.
നമ്മുടെ വീട്ടിലൊരു ലാൻഡ് ഫോൺ ഇരിക്കുന്നുണ്ടാവും. ആരെങ്കിലും സംസാരിച്ചാൽ സംസാരം മാത്രം, അത് കഴിഞ്ഞ് അവിടെ വെക്കും. കാരണം ഓപ്പൺ ആയിട്ട് ലാൻഡ് ഫോൺ ഇരിക്കുമ്പോൾ അധികം മരുമക്കൾക്കായാലും അമ്മായിമ്മയ്ക്കായാലും അവിടെ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ഒരാളെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ആവശ്യത്തിന് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. പിന്നെയുള്ളതൊക്കെ ട്രാവൽ ചെയ്ത് പോയിട്ട് വേണം കുശി കുശി അടിക്കാനായിട്ട്. ഇപ്പൊ അതല്ല. ഇപ്പൊ ഒരു ഫോൺ വന്നാ ഭാര്യ ആയാലും ഭർത്താവായാലും മക്കളായാലും വന്നാലും അവരവരെ റൂമിൽ പോയി അല്ലെങ്കിൽ പറമ്പിലേക്ക് പോയി വേലിയതക്കിലേക്ക് പോയി ആര് വേണമെങ്കിൽ കേൾക്കാണ്ടിരിക്കാം. ഇത് നിങ്ങൾക്ക് ഇപ്പൊ എനിക്ക് ഇതിന്റെ ഗുണം കിട്ടിയിട്ടുള്ളത് എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ അത് അപ്ലൈ ചെയ്യണ കാണുക. അപ്ലൈ ചെയ്യണ കാണുമ്പോ ഇപ്പൊ കാലത്ത് കഴിഞ്ഞ ദിവസം നോക്കുമ്പോ ഫോൺ കൊണ്ടുപോകാണ്ട് ഇവൻ ന്യൂട്രീഷൻ ക്ലബിലേക്ക് പോയോ. കാരണം എന്താ? കാലത്ത് എഴുന്നേറ്റ വഴിക്ക് തന്നെ ഫോൺ നോക്കണ ഹാബിറ്റിൽ നിന്ന് മാറിയപ്പോ അതിന്റെ കാര്യം മറന്നു എന്ന്. നമ്മളെല്ലാവരും ലാൻഡ് ഫോൺ കൈ പിടിച്ചിട്ടാണ് ഇത്രയും നാൾ ജോലി ചെയ്ത് വലുതായി വന്നത്. ഇപ്പൊ നമ്മുടെ കയ്യില് ഒരു ഫോൺ, നിങ്ങളെ വിചാരിക്കുക ഒരു ഫോണാണ്. അല്ലല്ല, ഒരുപാട് ആൾക്കാരെ കയ്യിൽ രണ്ട് ഫോണായിരിക്കുന്നുണ്ട്. എത്ര ആൾക്ക് രണ്ട് സിം ഉള്ളവരുണ്ട്? ഇപ്പൊ നോക്കി നോക്കിയാ രണ്ട് സിമ്മുള്ള ആൾക്കാർ. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ രണ്ട് ഫോൺ കൈ പിടിച്ചിട്ടാ പോകുന്നത്. ഒന്ന് മോനായിട്ട് ഒന്നാക്കിയത്. അപ്പോ എനിക്ക് രണ്ട് സിം ഉണ്ട്. ഇത് വളരെ മാറ്റം വരും. ഇത് നമ്മുടെ ബോഡിക്ക് ഓർഗൻസിന് മാറ്റം വരും. അത് ഏറ്റവും മുമ്പ് നമുക്ക് തെളിയിച്ച് കാണിച്ചു തരുന്നത് നമ്മുടെ കണ്ണ്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാണ്ട്. രാവിലെ എണീച്ച വെച്ചേ ഇപ്പൊ പണ്ട് രാവിലെ എണീക്കുമ്പോ ഒരു ഫീലിംഗ് ഉണ്ടാവും നമുക്ക്. എന്താ പറയാ, ഒരു മടി, ഒരു ലേസിനെസ് ഉണ്ടാവും. അങ്ങനെ ഫീലിംഗ് ഉണ്ടായിരുന്നു പണ്ട്. അതുണ്ടാവില്ല. ഇപ്പൊ ഇത്തിരി നേരം കൂടി നമുക്ക് കിടന്നാലും മതിയാവില്ല, തൃപ്തി വരില്ല നമുക്ക്. തലേ ദിവസത്തെ നമ്മുടെ ആക്ടിവിറ്റിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചായിരിക്കും പിറ്റേ ദിവസം കാലത്ത് എഴുന്നേൽക്കുന്നത്. എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റും. ഞാനിത് അച്ഛനെ വിളിക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ പെട്ടെന്ന് വിളിച്ചതാണ്. എന്താന്ന് വെച്ചാൽ എനിക്കറിയണ ഒരാളെ ഫോളോ ചെയ്യുന്നത് അച്ഛൻ മാത്രമാണ്. ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നത്. ഓക്കെ. അപ്പോ അതാണ് അത്. ഇപ്പോ ഈ സ്ലൈഡ് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഓൾറെഡി ഒരു ടെസ്റ്റിമോണിയൽ കാണിച്ചു തന്നു. ഓക്കെ. അപ്പോ നെക്സ്റ്റ്, എങ്ങനെയാണ് ഒരു ഹെൽത്തി ഫോൺ യൂസേജ്? ഇത് വേണമെങ്കിൽ നിങ്ങൾ ഒരു ഫോട്ടോ എടുത്ത് വെച്ചോ. എങ്ങനെയാണ് നമ്മുടെ ഒരു ഹെൽത്തി ഫോൺ യൂസേജ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു 60 to 90 minutes ബിഫോർ, ഒരു 1.5 മണിക്കൂർ മുന്നേ നിങ്ങൾ ഫോൺ എടുത്തു വെക്കുക. ഇതൊരു ഹെൽത്തി ഒരു മെസ്സേജ് ആണ്. ഒരു മണിക്കൂർ, അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഫോൺ എടുക്കാൻ പാടുള്ളൂ. ഉറങ്ങാനായിട്ട് മുമ്പ് ഒരു 1.5 മണിക്കൂർ വരെ മുമ്പ് ഫോൺ യൂസേജ് ഫോൺ എടുത്ത് വെക്കുക. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എണീച്ച വശം എടുക്കാൻ ശ്രമിക്കുക. ഈ മീൽസ് കഴിക്കുമ്പോൾ എന്റെ അമ്മ പറയാറുള്ളതാണ്, ഞാൻ ഇപ്പോഴും അധികം ശ്രദ്ധിക്കാറില്ല. മീൽസ് കഴിക്കുമ്പോൾ ഫോൺ യൂസേജ് പാടില്ല. അതുപോലെ ബാത്റൂമിൽ ഇരിക്കുമ്പോൾ കുറെ ആൾക്കാർ ഇപ്പൊ ഫോൺ യൂസിങ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പ്രശ്നം എന്താ ഞാൻ പറഞ്ഞുതരാം. ബാത്റൂമിൽ ഇരിക്കുമ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും, മസിൽസ് ഒക്കെ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. പെട്ടെന്ന് നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ആവും, കോർട്ടിസോൾ പ്രൊഡ്യൂസ് ആവും, പിന്നെ വേറൊരു ഹോർമോണും കൂടി പ്രൊഡ്യൂസ് ആവും. ഈ 3 ഹോർമോൺ പ്രൊഡ്യൂസ് ആവുമ്പോഴേ മസിൽ സ്റ്റിഫ് ആവും. കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള മെയിൻ റീസൺ ഇതാണ്, ഫോൺ യൂസേജ് ആണ്. ബാത്റൂമിൽ ഇരിക്കുമ്പോൾ ഫോൺ യൂസേജ് ചെയ്യണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. പെട്ടെന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, പതുക്കെ പതുക്കെ അവോയ്ഡ് ചെയ്ത് വന്നോളൂ. പിന്നെ എൻ്റെ ഒരു സജഷൻ ആണ് കേട്ടാ, ഫോൺ ബെഡിന്റെ അടുത്ത് വെക്കാൻ പാടില്ല. എന്താന്ന് വെച്ചാൽ നിങ്ങൾ ബ്ലൂടൂത്ത് ഓൺ ആണ്, അതുപോലെ വൈഫൈ ഓൺ ആണെങ്കിൽ ഇതിനെ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇപ്പോൾ ഫോൺ ഇതിനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം അതിന്റെ ഒരു റേഡിയേഷൻ സർക്കിൾ എന്ന് പറയും. അത് നിങ്ങളുടെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ചെയ്യാൻ മെയിൻ കാരണം. ഫോൺ നമ്മുടെ ബെഡ്, കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ട് ഫോൺ തലോണയുടെ അടിയിൽ വെച്ച് കിടന്നുറങ്ങുക, ബെഡിന്റെ അവിടെ വെക്കാൻ. ഇത് ഞാൻ രവി സാർ പറഞ്ഞപ്പോൾ എടുത്തതാണ്. എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് ഞാൻ പഠിച്ചതാണ്. രവി സാർ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട് ഫോൺ എടുത്ത് വെക്കേണ്ട, ഇത്തിരി നീക്കി വെച്ചാൽ മതി എന്ന്. അപ്പൊ അതിനെക്കുറിച്ച് പഠിച്ച് ഞാൻ എടുത്ത് ഇത്തിരി കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചപ്പോൾ ഫോൺ എടുത്ത് വെക്കുന്നത് നമുക്ക് പൊട്ടയാണ്. അതുപോലെ വൈഫൈ ഓൺ ആക്കി നമ്മൾ കിടന്നുറങ്ങുന്നത് നമുക്ക് പൊട്ടയാണ്. ഓക്കെ. അതുപോലെ നിങ്ങൾ നോക്കിയോ, നമ്മുടെ ചിൽഡ്രൻസിന്, ഒരു കുഞ്ഞെ പിള്ളേർക്ക് ഏകദേശം ഒരു 10 തൊട്ട് 18, 10 തൊട്ടല്ല 5 തൊട്ട് 15 വയസ്സുള്ള പിള്ളേർക്ക് ഫോൺ 7 മണിക്ക് ശേഷം കൊടുക്കണ്ട. നമ്മളിങ്ങനെ കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കൊടുക്കാണ്ടായ എന്താ പറയാ, പെട്ടെന്ന് അങ്ങോട്ട് കൊടുക്കാണ്ടായ അവര് പറയും അച്ഛൻ ഉപയോഗിക്കണില്ലെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ആ ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾ എടുത്തു വെക്കുക. എന്താന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ, ഞാൻ ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ആള് ചെയ്തു തുടങ്ങിയത്, ഞാൻ പറഞ്ഞ ആള് ചെയ്യില്ലേ. അപ്പോ അതേപോലെ തന്നെയാണ് പിള്ളേര് അച്ഛനമ്മമാരെ കണ്ടിട്ടാണ് വളരുക. നിങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്യില്ല, നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഒരു 7 മണിക്ക് ശേഷം അത്ര വയസ്സിലുള്ള പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അധികം ഫോൺ യൂസേജ് വേണ്ട, വർക്ക് റിലേറ്റഡ് ആവാത്ത കാര്യങ്ങൾ.
റീൽസ് കാണാം, അത് കാണാന്നുള്ള ഫോൺ യൂസേജ് വേണ്ട, അവരോട് ടൈം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യും. റീഡിങ്, അതുപോലെ ഗെയിം കളിക്കുക പിള്ളേരുടെ ഒപ്പം. അപ്പൊ അതൊക്കെ, അല്ലെങ്കിൽ അവരെ കളിക്കാൻ വിടുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ടൈം സ്പെൻഡ് ആകുമ്പോഴും ഇത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് ഫോൺ യൂസേജ് കുറയും. ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് പറഞ്ഞില്ലേ, പിള്ളേർക്കുള്ള മൈൻഡ് സെറ്റ് ചേഞ്ചും ബോഡി ചേഞ്ചും ഒക്കെ വരുമെന്ന് പറഞ്ഞില്ലേ. ഈ ചേഞ്ചസ് ഒക്കെ വരാതിരിക്കാനും അവർക്ക് ഹോർമോൺ റിലീസ് പെർഫെക്റ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ കുറയുമ്പോൾ, ഒരു ലേഡി, ഒരു ഗേൾ ആയിക്കോട്ടെ ഒരു ബോയ് ആയിക്കോട്ടെ, ഇവർക്ക് രണ്ടാൾക്കും ടെസ്റ്റോസ്റ്റിറോൺ കുറയും. ഒരു ആ ടൈമിലാണ് അവർക്ക് ടെസ്റ്റോസ്റ്റിറോൺ ഇൻക്രീസ് ആവേണ്ട ടൈം. ഈ ടൈമിൽ കുറയുമ്പോൾ അത് എഫക്റ്റ് ആവാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പൊ ലാസ്റ്റ് ഒരു മെസ്സേജും കൂടി ഉണ്ട്, ഞാൻ ഇപ്പൊ പറയാം. ഇതാ, ഫോൺ നിങ്ങൾ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുക, ഒരു ലൈഫ് സ്റ്റൈൽ ആക്കാണ്ട് ഒരു ടൂളായിട്ട് ഉപയോഗിക്കുക. ജസ്റ്റ് ഫോർ എ ടൂൾ എന്ന് പറഞ്ഞ രീതിയിൽ ഉപയോഗിക്കുക. പലരും ഇപ്പൊ ലൈഫ് സ്റ്റൈൽ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്റെ സെഷൻ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സെഷൻ കഴിഞ്ഞു. ഓക്കെ. ഓക്കെ. ഞങ്ങൾക്കൊന്ന് പഠിക്കാനുള്ള ഒരു ദിവസം കൂടിയാണ്. ഞങ്ങളുടെ സീനിയർ കോച്ചിന്റെ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാണ് 9 മണിക്ക്. അതുകൊണ്ട് ഇന്ന് വേഗം നിങ്ങളെല്ലാവരും ന്യൂട്രീഷൻ ക്ലബ്ബുകളിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവുക. നാളെയാണോ? അയ്യോ, കഴിഞ്ഞു. ഞാൻ എന്നാന്ന് വെച്ചിട്ടാ ടൈം ഓവർ എന്ന് പറയുന്നത്. നിനക്ക് എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്തറാ. ഇല്ല, കംപ്ലീറ്റ് ചെയ്തു ടാസ്കുകള്. ഹലോ, അതുണ്ടായിരുന്നു. ഹലോ, കേൾക്കാനില്ല. അവിടെ പറഞ്ഞ ഇല്ല, കംപ്ലീറ്റ് ചെയ്തു. ഇനി കംപ്ലീറ്റ്. എല്ലാവർക്കും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഫോണിനെ കുറിച്ച് എന്നാ ചോദിക്കണമെന്നില്ല. നാളെയാണ് ഞാൻ ഇന്നാന്ന് വിചാരിച്ച. ഇപ്പോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? അപ്പൊ ഇതുമായി സംബന്ധമായ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തായാലും ചോദിച്ചോളൂ. കാരണം നിങ്ങളുടെ വീട്ടിലും ചെറുപ്പക്കാര് കുട്ടികളുണ്ട്. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് എൻ്റെ വീട്ടിലുള്ളവരോട്, ദിവസത്തിൽ അരമണിക്കൂറെങ്കിലും ഞാൻ ഒരുമിച്ചിരുന്ന് സംസാരിക്കും. എത്ര തിരക്കുണ്ടെങ്കിലോ ഇന്ന് കാലത്ത് പോലും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് എല്ലാവരും ഫ്രഷ് കുടിച്ച് സംസാരിച്ചിട്ടാണ് അവൻ തൃശ്ശൂർ ന്യൂട്രീഷൻ സെന്ററിലേക്ക് ഞാൻ പാലക്കാട്ടേക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഫാമിലിക്ക് കൊടുക്കോ. കൈ വിട്ട് പോയി എന്നാരും വിചാരിക്കരുത്. ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള കുട്ടികൾ ഉണ്ടായിട്ട് പോലും അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു എഡ്യൂക്കേഷൻ സെഷൻ. നിങ്ങൾ സീരിയസ് ആയിട്ട് ആലോചിച്ച് നോക്കിയോളൂ. തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അവര് ഏറ്റവും മുമ്പ് ആ കുട്ടികള് ഒഴിവാക്കണത് കണ്ടിട്ടുള്ളത് അവരെ മൊബൈൽ ഫോണാണ്. കാരണം അവരെ മൊബൈൽ ഫോണിലുള്ള കോണ്ടാക്ട് ലിസ്റ്റ്, അതിലുള്ള തെറ്റായ കോണ്ടാക്ട് ലിസ്റ്റുകൾ, അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരന്മാർക്ക് വന്നിട്ടുള്ള ലിസ്റ്റില് ഇത് കയ്യിലിരിക്കും തോറും അവർ വിളിച്ചാൽ എടുക്കേണ്ട വരും. അപ്പൊ ഈ മൊബൈല് യൂസ് ചെയ്യാൻ ഒഴിവാക്കിയിട്ടുള്ള കുട്ടികളെ വരെ ഞാൻ കാണുന്നു. പക്ഷെ അങ്ങനെ നിങ്ങൾ ഒഴിവാക്കി നടക്കുമ്പോൾ അത് നിങ്ങൾക്ക് വേറൊരു തരത്തിൽ സ്ട്രെസ് ഫോം ആവും. അപ്പൊ ബാലൻസ് ചെയ്യാൻ പഠിക്കുക. അച്ഛനമ്മമാര് പ്രസവിച്ച് വിട്ടോണ്ട് കന്നുകാലികള് കുട്ടികളെ ഒറ്റയ്ക്ക് വളർത്തണ പോലെ നിങ്ങൾ സ്വന്തം മക്കളെ വളർത്തരുത്. കയറിട്ട് കെട്ടി വളർത്താൻ പാടില്ല. അത് വിചാരിച്ച് കയറൂരി വളർത്താനും പാടില്ല. നല്ലൊരു നിയന്ത്രണം എല്ലാവരും വെച്ചോളൂ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില് അച്ഛൻ്റെ അമ്മേരെ ഹാപ്പി അല്ലെങ്കിൽ ഫാമിലിയുടെ ഹാപ്പിനെസ് കൊടുക്കാൻ